വാക്കുകളെ ആയുധമാക്കിയ ഒരു കള്ളനെ ഈ വരുന്ന ജനുവരി മാസത്തിനുള്ളിൽ പിടിച്ചു തന്നാൽ 1 ലക്ഷം രൂപ സമ്മാനം തരുന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ നാണക്കേട് കൊണ്ടൊന്നും പറയാതെ അനങ്ങാതിരുന്നു. അപ്പം എന്തായാലും ആ വീഡിയോൻ്റെ ഇമ്പാക്റ്റ് പ്രകാരം തന്നെ 2 വർഷം മുമ്പിലെ ഈ കേസ് കൊടുത്ത ആൾക്കാരൊക്കെ വീണ്ടും ആ കേസ് പൊടി തട്ടിയെടുത്തു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നത് ഫെബ്രുവരി മാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖ് എന്നും ദിലീപ് എന്നും പേര് മാറ്റി വിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സൈബർ കള്ളനെ ഗോവയിൽ വെച്ച് സൈബർ പോലീസ് കയ്യോടെ പിടികൂടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ഷഫീഖ് എന്നോ ദിലീപ് എന്നോ അല്ല, അവൻ്റെ യഥാർത്ഥ പേര് സൽമാനുൽ ഫാരിസ്. സൽമാനുൽ ഫാരിസിൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് തൊട്ടിൽപ്പാലം കാവിലമ്പാറ എന്ന സ്ഥലത്താണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദിൻ്റെ മൊബൈൽ മോഷ്ടിച്ച് മുങ്ങിയ ഇയാൾ പിന്നീട് മോഷണ പരമ്പര തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് കൊൽക്കത്തയിൽ വെച്ച് സൈബർ കേസിൽ ഇദ്ദേഹത്തെ പിടികൂടുന്നു. അതിനുശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി ട്രെയിനിൽ വെച്ച് ആന്ധ്രയിൽ വെച്ചിട്ട് പോലീസുകാർ ആക്രമിച്ചു മുങ്ങുന്നു. 20 ദിവസത്തിന് ശേഷം പോലീസ് വീണ്ടും പിടികൂടുന്നു. പിന്നീട് എങ്ങനെയോ രക്ഷപ്പെടുന്നു. ഇരയായ വ്യക്തിയുടെ അറിവിൽ നിന്ന് ഇയാൾ സ്വന്തമായി വക്കീലുണ്ടെന്നാണ് അറിഞ്ഞത് ഇയാൾക്ക്. അപ്പോൾ അവസാനമായി ഗോവയിൽ വെച്ച് സൈബർ SHO കയ്യോടെ പിടികൂടുന്നു. പേപ്പർ കട്ടിങ്ങിലെ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പോലീസുകാർക്കും, പ്രത്യേകിച്ച് വയനാട്ടിലെ പോലീസുകാർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരെ ഇവൻ പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 15 കേസ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി ആൾക്കാരിൽ ഷെയർ ചെയ്യാം. കാരണം ഇവൻ പറ്റിക്കപ്പെട്ട ഇരയായ ആൾക്കാരിലേക്ക് ഇതെത്തട്ടെ, അവർക്കൊരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നതുപോലെ തന്നെ ഒരാൾ പോലും ഇവൻ്റെ ഇരയായി മാറാതിരിക്കട്ടെ എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം.